ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു, സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് വിളക്കിക്കും, ഇന്ന് ക്ലീനിങ് ഒക്കെയും കഴിഞ്ഞ് നല്ല വീടിക്ക് നല്ല പോലെ വൃത്തിയാക്കി വെച്ച് പിന്നെ ഇത് വിളക്കാണിക്കുന്ന അമ്മയാണ് വിളക്കാട്ടിയത്. അമ്മ നാമം ചൊല്ലാണ്. നാമയ്ക്കും ചൊല്ലി കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തൊരു പാർക്ക് ഓപ്പൺ ആക്കിയിട്ടോ. നമ്മളിവിടെ റൂമിലേക്ക് ആദ്യം വന്ന സമയത്ത് ഈ പാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ സൈഡിലേക്ക് നോക്കിയപ്പോൾ പാർക്ക് ഓപ്പൺ ആവില്ല, ഇനി കുറേ സമയം എടുക്കും എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടോ പാർക്കിൽ കുറേ ആൾക്കാർ വന്നു. അപ്പോൾ ഉണ്ണികളും എല്ലാവരും അമ്മയും എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള മൂവിയിലത്തെ ഈ പാർക്ക് ഓപ്പൺ ചെയ്തിട്ട് അടിപൊളി പാർക്ക്. ഉണ്ണികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും കാലത്തൊന്ന് ജോഗിങ്ങിന് പോകാനും ഒക്കെ പറ്റിയൊരു നല്ല സ്ഥല സൗകര്യമുള്ള വലിയൊരു പാർക്ക്. ഉണ്ണികൾക്കും ഭയങ്കര സന്തോഷമായി. ഒന്നാമത് നമ്മളുടെ ദുബായിലുള്ള സമയത്ത് താഴേക്കും പോയിട്ട് പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കളിക്കാനൊക്കെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഫുൾ കച്ചാ പാർക്കിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ റൂമിൽ തന്നെ ഇരിക്കണം. പിന്നെ വിൻഡോ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, ബാൽക്കണി ഇല്ല. ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു മിക്ക റൂമുകൾക്കും ബാൽക്കണി കുറവാണ്. നമ്മളുടെ അവിടുത്തെ പോലെയല്ല, ദുബായിലത്തെ പോലെയല്ല, ബാൽക്കണി ഇല്ല. പിന്നെ ആണെങ്കിൽ ഈ വിൻഡോ ഓപ്പൺ ചെയ്തിടാനും നമുക്കൊരു ബുദ്ധിമുട്ടാണ്, കാരണം നിറച്ച് പൊടിയാണേ. അപ്പോൾ നിറച്ച് പൊടി ഏൽക്കുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വിൻഡോസ് അങ്ങനെ ഓപ്പൺ ചെയ്തിടാറില്ല. അപ്പോൾ ഉണ്ണികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പാർക്ക് ഓപ്പൺ ചെയ്തപ്പോൾ അവർക്ക് ഇപ്പോൾ 24 മണിക്കൂറും പാർക്കിൽ പോകണം എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ. ഞാൻ കാലത്ത് ഉച്ചയ്ക്കൊന്നും അങ്ങനെ വിട്ടാക്കില്ല, വെയിലല്ല. അപ്പോൾ വെയിലത്ത് പോയി കളിച്ച് വല്ല അസുഖമൊന്നും വരണ്ടല്ലോ എന്ന് വെച്ചു. ഈവനിങ് ആണ് കേട്ടോ ബെസ്റ്റ് ടൈം. നമുക്ക് കുറച്ച് നേരം ഫാമിലി ആയിട്ട് ഒന്ന് പുറത്ത് പോയിരിക്കാം. പിള്ളേർക്കാണെങ്കിൽ കളിക്കും ചെയ്യാം, നമുക്ക് കുറച്ച് വർത്താനൊക്കെയും പറഞ്ഞ് അവിടെ ഇരിക്കാം. ജോഗിങ് ചെയ്യാനാണെങ്കിൽ ജോഗിങ് ചെയ്യാം. അമ്മയ്ക്കും ഇഷ്ടമായിട്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അങ്ങനെ വീട്ടിൽ തന്നെ നമ്മളിങ്ങനെ ഇരിക്കുമ്പം അവിടെ നാട്ടിലിങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് വീട്ടിൽ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടുമ്പോൾ അവർക്കും ഒരു വീർപ്പൂട്ടലാവുമല്ലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ജനവാതിൽ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്ക് കാണാം. അപ്പോൾ അത്രയ്ക്കും അടുത്താണ്. ഒരു സ്റ്റെപ്പ് ഇറങ്ങി 2 മിനിറ്റ് നടന്നാൽ മതി, അപ്പോഴേക്കും പാർക്കായി. അപ്പോൾ അമ്മയ്ക്ക് മുന്നിളം കൊണ്ട് പോകാം, ഒന്ന് എക്സസൈസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമുള്ള നല്ല അടിപൊളി പാർക്ക് കേട്ടോ. നല്ല സ്ഥല സൗകര്യം ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറിയ പാർക്കൊന്നും ഇൻ്റർനാഷണൽ സിറ്റിയിലുള്ളതിനേക്കാളും വലിയ പാർക്കായിരുന്നു കേട്ടോ അത്. കുഞ്ഞുപാറുവിന് ഒരു പേടിയില്ല കേട്ടോ. കുഞ്ഞുപാറു കയറുന്ന സ്ഥലങ്ങളേക്കും കണ്ടിട്ട് എനിക്ക് തന്നെ പേടി, ഇത് കുട്ടി വീഴോ എന്നുള്ളൊരു പേടിയായിരുന്നു. അവളിപ്പോൾ 1-2 ദിവസം വന്നപ്പോൾ അവൾക്ക് ഇവിടുത്തെ എല്ലാതും നമ്മളെക്കാളും കൂടുതൽ അവൾക്ക് ഇവിടുത്തെ കാര്യങ്ങളേക്കും മനസ്സിലായിട്ടോ. അവൾ അതിൻ്റെ മുകളിലേക്കും കയറി അമ്മ നോക്ക് വീഡിയോ എടുക്കും ഞാൻ ചെയ്യണം നോക്ക് എന്നൊക്കെയും പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഉണ്ണികൾ. കുഞ്ഞാൻ്റെക്ക് ഇത്തിരി പേടിയുണ്ട് കേട്ടോ. അവൾ അച്ഛനോ ചേച്ചി ആരെങ്കിലും വേണം കയറാനേക്കും. അതിൻ്റെ മുകളിൽ പൊത്തി പിടിച്ചൊന്നും അങ്ങനെ കയറി നമ്മുടെ കൂടെ തന്നെ ഇരുന്നു. പിന്നെ അച്ഛൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവൾ മുകളിലേക്ക് കയറും. കുഞ്ഞിപ്പാറ അങ്ങനെയല്ല, കുഞ്ഞിപ്പാറ അതിൻ്റെ മുകളിലേക്ക് അവൾ ആരും നോക്കുന്നില്ല, അങ്ങനെ തന്നെ കയറിപ്പോയി. അമ്മ ഒരു റൗണ്ട് ചുറ്റിയിട്ട് ഇതേ നടന്നു വന്നത് 2ാമത്തെ റൗണ്ടിലേക്ക് അമ്മ എത്തിയിട്ടോ. ഞാൻ ചേട്ടനും കുറച്ച് നേരം ഇവിടെ നിന്ന് വർത്താനൊക്കെയും പറഞ്ഞിങ്ങനെ ഇരുന്നു. നല്ല ഭംഗിയിലുള്ള പല കളറിലുള്ള പൂക്കൾ ഇങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പിന്നെ വലിയ ആൾക്കാർക്കും കളിക്കാനുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടോ ഇതിന് ചുറ്റും നല്ല ചെമ്പരത്തിപ്പൂവില്ലേ, നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നല്ല ഉണ്ട ചെമ്പരത്തിപ്പൂവ് ഈ ഗ്രൗണ്ടിന് ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ട് കളിക്കുന്നത്. ഈ പാർക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇത്രയധികം കുട്ടികൾ ഈ മൂവിയിൽ നമ്മുടെ ഈ റൂമിന് ചുറ്റുണ്ടെന്ന് മനസ്സിലായിട്ടോ. അത്രയധികം കുട്ടികളാണ്. അത് 12 മണി കഴിഞ്ഞാലും അത്രയധികം കുട്ടികളുണ്ടാവും കേട്ടോ. എന്തായാലും ഒരു എന്താ പറയുക, എല്ലാ കുട്ടികളും പരസ്പരം കാണാനും ഒന്ന് കളിക്കാനും ഈ ഏരിയയിൽ എന്തായാലും ഒരു പാർക്ക് അത്യാവശ്യമായിരുന്നു കേട്ടോ. എന്തായാലും പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ഞങ്ങൾക്കും ഇഷ്ടമായി. കുറച്ച് നേരം വൈകിട്ട് വന്നിരുന്ന് വർത്താനൊക്കെയും പറയാനും ഒക്കെ. അടുത്ത് തന്നെയാണല്ലോ, വേറെ ബസ് വിളിച്ച് പോകാനോ അല്ലെങ്കിൽ കുറച്ചധികം ദൂരം നടക്കാനോ ഒന്നുമില്ല. നമ്മുടെ റൂമിൽ നിന്ന് 2 മിനിറ്റ് ദൂരം നടന്നാൽ മതി. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. ഇതേ ചേട്ടൻ കേട്ടും. കുഞ്ഞാറ്റയ്ക്ക് പേടിയാണ് കേട്ടോ എല്ലാത്തിനും, എന്നാലും ചേട്ടൻ നിർബന്ധിച്ച് കയറ്റുന്നുണ്ട്. കുഞ്ഞിപ്പാറും ഉണ്ണീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കയറാൻ. പാർക്ക് ഓപ്പൺ ചെയ്തപ്പോൾ കുഞ്ഞിപ്പാറിന് വല്ലാത്തൊരു ആഗ്രഹം പിടികൂടിയിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളത് പിള്ളേരിക്കിങ്ങനെ സൈക്കിൾ ഓടിച്ച് പോവല്ലേ. അപ്പോൾ ഇവർക്ക് നാട്ടിലൊരു കുഞ്ഞ് 2 സൈക്കിളുണ്ട് കേട്ടോ. അതിപ്പോൾ അമ്മ മുകളിൽ കയറ്റിയെടുത്ത് വെച്ചേക്കും, ഉണ്ണികളിക്ക് ഇവിടെയല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഈ റോട്ടിലൊന്നും ഈ കച്ചാ പാർക്കിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ മണ്ണല്ല ഉണ്ണി, അപ്പോൾ ഇവിടെ ഒന്നും സൈക്കിൾ ഓട്ടാൻ പറ്റില്ല, അപ്പം ഇപ്പോൾ വാങ്ങണ്ടെന്ന് പറഞ്ഞു. ഈ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട, ഈ റോട്ടിൽ എങ്ങനെ ഓടിക്കാനാ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷേ പാർക്ക് ഓപ്പൺ ചെയ്തപ്പോൾ അവൾ ആദ്യം ചോദിച്ചത് അതാണ് കേട്ടോ, സൈക്കിൾ വാങ്ങിച്ചു തരാം. അമ്മയെ കുഞ്ഞുങ്ങളിങ്ങനെ കൊണ്ടുപോകണമെന്നില്ലേ, ഇവിടെ ഓടിക്കാൻ സ്ഥലം ഉണ്ടല്ലോ, അപ്പം സൈക്കിൾ വാങ്ങിച്ചു തരും അച്ഛമ്മ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ വെക്കാം. നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവണമെങ്കിൽ നമുക്കൊരു കുഞ്ഞ് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കളിക്കാമല്ലോ.
പാർക്കിൻ്റെ അകത്ത് വന്നാൽ നമ്മൾ സമയം പോണത് അറിയില്ല കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവാ ടിവിയും കണ്ടാലും ഫോണും നോക്കി ഇങ്ങനെ പിടിച്ചിരിക്കും. ഇതാകുമ്പോൾ പിള്ളേരെ കൂടെ കുറച്ച് നേരം അച്ഛനും അമ്മയ്ക്കും പേരൻസിനും എല്ലാവർക്കും കൂടി ഒന്ന് കുറച്ച് നേരം കുറച്ച് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണികൾ കളിക്കണപ്പോൾ ചേട്ടനും ഒരു കൊതിയായിട്ട് ചേട്ടനും കളിക്കുന്നുണ്ട്. ഇത് അച്ഛൻ ഉണ്ണികളെ ആട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയും നമ്മളുടെ ഈവനിങ് ഇന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.